അതിനുള്ള മാർഗം ഖുർആൻ വരച്ചു കാണിച്ചു തന്നിരിക്കുന്നത് ഏതാണ്? സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കണമെന്നാണ്. അത് ഏതാണ്? മഹാരഥന്മാരുടെ മാർഗമാണ്. എന്നാൽ ആ മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ ഷാഹ് മുഹമ്മദ് ഇല്യാസ് പറയുന്നു, അഷ്റഫ് അലി താനവിയുടെ ആശയം അത് പ്രചരിപ്പിക്കാനാകുന്നു എന്റെ ലക്ഷ്യം. അഷ്റഫ് അലി താനവിയുടെ ലക്ഷ്യം എന്താണ്? അത് നോക്കിയെങ്കിലേ തെറ്റും ശരിയും തീരുമാനിക്കാൻ പറ്റൂ. നേരത്തെ ഉസ്താദോട് ഓർമ്മിപ്പിച്ചു, എന്ത്? ബഹുമാനപ്പെട്ട പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കന്മാരെ കുറിച്ച് മുസ്ലിം ലോകത്തിന് വിശ്വാസം എന്താണ്? അല്ലാഹു തആല അസാധാരണക്കാരായി പറഞ്ഞയച്ചവരാണ്. അവരുടെ അടിമുടി അസാധാരണത്വമുള്ളതാണ്. കാലിന്റെയും കയ്യിന്റെയും നഖങ്ങളടക്കം മുറിച്ചെടുത്തത് ബറക്കത്തിന് വേണ്ടി സ്വഹാബത്ത് ഉപയോഗിക്കുകയും കഫൻ പുറയിൽ വെക്കാൻ വസീത്ത് ചെയ്യുകയും ചെയ്തതാണ്. ആ പ്രവാചകരുടെ ഒരു മുടി അത് മുക്കിയ വെള്ളം കൊണ്ട് രോഗശമനം ഉറപ്പുള്ളതാണ്. ആ റസൂലുള്ളാഹി നിർഗളിക്കുന്ന വിയർപ്പകണങ്ങൾ വടിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുകയും സുഗന്ധമായും ബറക്കത്തിന് വേണ്ടിയും ഔഷധമായും ഉപയോഗിച്ചത് ആ സ്വഹാബത്തിന്റെ ചരിത്രം. ആ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു തടവൽ കൊണ്ട് പൊട്ടിയേക്കാൾ സുഖപ്പെട്ടതാണ് ചരിത്രം. അവിടെ തുണനീര് കൂട്ടി ഒട്ടിച്ചപ്പോൾ കണ്ണ് സുഖപ്പെട്ടെന്ന് മാത്രമല്ല, മരണം വരെ അസുഖമില്ലാതെയാണ് യാഥാർത്ഥ്യം. അവിടുത്തെ കൈകൊണ്ട് കോരിയിട്ടപ്പോൾ ഈ മറവിക്ക് പോലും മരുന്നായി എന്നതാണ് സ്വീകാര്യപ്പെട്ടു. എല്ലാ നിലക്കും അസാധാരണത്തുള്ള നബി തങ്ങളും സ്വഹാബത്തിനോട് പ്രഖ്യാപിക്കുകയും ചെയ്തു, ഇന്നീലസ്തുനിസലക്കും, ഞാൻ നിങ്ങളെപ്പോലെ അല്ല, ഇന്നീലസ്തുകഹൈഅത്തിക്കും, ഞാൻ നിങ്ങളുടെ രൂപത്തിലും അല്ല. അല്ലാഹു തആലയും പറഞ്ഞു, അല്ലാഹു പറഞ്ഞ കാര്യം അറിയിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞു. എന്നീ അറാഖുശൂക്കും വഖുലുക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയഭക്തി പോലും ഞാൻ കാണുമെന്ന് ആ റസൂലുള്ളാഹി നിന്നുകൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പലപ്പോഴും കാര്യം പ്രവചിച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ മനസ്സ് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഹബീബായ നബി തങ്ങളോ ആ നബി തങ്ങളെ കുറിച്ച് അടിസ്ഥാനപരമായ വിശ്വാസം സുന്നത്തിയമായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് തന്റെ ഫതുൽ ബാരിയിൽ പറഞ്ഞതായി കാണാം. വലഹു സിഫത്തുൻ യുബ്സിറു ബിഹൽ മലായികത വയുശാഹിദു ബിഹൽ മലകൂത കസിഫത്തുല്ലതി യുഫാരിഖു ബിഹൽ ബസീറു അൽ അഅ്മാൻ. ഒരു കണ്ടു കാണാത്ത അന്ധനും കണ്ടു കാണുന്ന നമ്മളും തമ്മിൽ എത്രത്തോളം കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് സാധാരണക്കാരായ നമ്മളും അസാധാരണക്കാരായ അമ്പിയാക്കളും തമ്മിൽ മറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസം. ഇതാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ ബേസിക്കൽ തിയറി, അടിസ്ഥാന സിദ്ധാന്തം. ഇത് സമസ്തക്കാർ പഠിപ്പിച്ചതല്ല, കാന്തപുരം ഉസ്താദ് എഴുതിവിട്ടതല്ല, സംശയം പിന്തുണ കൊടുത്തതല്ല, ദക്ഷിണ കേരള ജന്മേശ്വരം അച്ചടിച്ചുകൊണ്ട് വിതരണം ചെയ്തതല്ല, ശിഹാബുദങ്ങൾ അവതാരിക എഴുതിയതല്ല, ഉള്ളാണത്തെ തങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതല്ല. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥം ഫത്ഹുൽ ബാരി എന്ന വ്യക്തമായി രേഖപ്പെടുത്തിയതാ. ഇതാണ് കാലമത്രയും മുസ്ലിങ്ങൾ വിശ്വസിച്ചതെങ്കിൽ ആ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ആശയമാണ് മുജാഹിദ് പ്രചരിപ്പിച്ചത്. അതാ ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിച്ചത്. എന്തായിരുന്നു അത്? അത് സാധാരണക്കാരെ പോലുള്ള കേൾവിയും കാഴ്ചയും മാത്രം. കുട്ടിക്കകത്തുള്ള വസ്തുവിനെ പോലെ കമാനിങ്ങളുടെ കൽബോധമെന്നോടറി. അപ്പൊ അല്ലാഹു തആലയും ഈ പറഞ്ഞ മുഹ്ദിശേഖും തുല്യമായില്ലേ? അതുകൊണ്ടത് ശിർക്കാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ വിഷലിപ്തമായ പുസ്തകത്തിന്റെ ആകത്തുകയും അതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഭാഗത്ത് വായിക്കും. ഏതായിരുന്നാലും മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ഇല്ല എന്നതാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നത്. സെയിം തബ്ലീഗ് ജമാഅത്തിന്റെ വാദവും അത് തന്നെ. ഇഫ്സുൽ ഈമാൻ, ഇത് ആകത്തുക ഇതിൽ എഴുതിയത് തന്നെ ഇനി തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്നാൽ അതിന് തെളിവ് പറഞ്ഞതോ ആയിഷാബിയുടെ ഇഫ്കിന്റെ സംഭവം. ഇതിൽ പറയുന്നത് കേട്ടോളൂ. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്ന അറിവ് കുല്ലൈബാണോ ബാലൈബാണോ ഇനി ഏതാണെങ്കിലും ഇരിക്കട്ടെ, അവസാനം സമാപിക്കുന്നത് ഐസ ഇൽമെ ഗൈബുതോ. ആ
തരത്തിലുള്ള അറിവ് സെയ്ദോ അംർ സാധാരണക്കാരായ രണ്ട് വ്യക്തികൾ ബൽക്കെ ഹർ സബിയോ മജ്നൂൻ എന്നല്ല എല്ലാ ഭ്രാന്തനും കുട്ടിയും ബൽക്കെ എന്നല്ല ജമീഉ ഹൈവാനാത്തോ ബഹായിം കേ ലിയേ ഭി ഹസ്ൽ ഹൈ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാകുന്നു. ക്യോंकि എന്തുകൊണ്ട് ഹർ ശഖ്സ് കോ കിസി ന കിസി ഐസി ബാത്ത് കാ ഇൽം ഹോതാ ഹൈ എല്ലാ വ്യക്തികൾക്കും ഈ തരത്തിലുള്ള അറിവുകൾ ഉണ്ടാവും. ജോ ദൂസരെ ശഖ്സ് സെ മഖ്ഫി ഹൈ മറ്റൊരാൾക്ക് അറിയാത്തത്. എന്റെ പോക്കറ്റിൽ എത്ര കാശുണ്ടെന്ന് ഉസ്താദിന് അറിഞ്ഞുകൂടാ, ഉസ്താദിന്റെ പോക്കറ്റിൽ കാശ് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അത് വൈബാന്ന് പറയാൻ പറ്റുമോ? ആ തരത്തിലുള്ള വിവരം മാത്രമേ ഉള്ളൂ. എന്നിട്ടത് അവസാനം പറയുന്നത് അല്ല, മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആയിഷാ ബിവിയെ സംബന്ധിച്ച് ആരോപണം വന്നപ്പോൾ എന്തേ നബി തങ്ങൾ കാത്തിരുന്നത്? പറഞ്ഞുകൂടായിരുന്നു? പിന്നെ ഒരു മാസം കഴിഞ്ഞ് അല്ലാഹു വഹയിലൂടെ അറിയിച്ചപ്പോഴല്ലേ റസൂലുള്ളാഹിക്ക് സമാധാനം കിട്ടിയത്? നഊദുബില്ലാഹ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊന്ന് ചോദിക്കാനുണ്ട്, എന്റെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വിവരം കിട്ടിയത് അല്ലാഹു അറിയിച്ചു. അപ്പൊ അല്ലാഹു തആലാക്കും ഇത് ആദ്യം അറിയില്ലായിരുന്നോ? ആയിഷാ ബിവിയെ കുറിച്ച് ആരോപണം വന്നപ്പോ അല്ലാഹു വല്ലാതെ വിഷമിച്ചു. കാരണം അള്ളാന്റെ ഹബീബാള്ള മുത്തുനബി, ഈ നബിയെ പറ്റിയിട്ട് ആരോപണം വരുമ്പോ അള്ള വെറുതെ ഇരിക്കോ? റസൂലുള്ളാഹി പ്രസംഗിച്ചപ്പോഴേക്ക് തബ്ബല്ലക എന്ന് പദം പ്രയോഗിച്ചതാണ് സ്വന്തം മേളാപ്പ അബൂ ലഹബ്. അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം കണ്ടില്ലേ നിങ്ങൾ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ് വംറാതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. ആക്ഷേപിച്ചു പറഞ്ഞില്ലേ, അബൂ ലഹബ് നശിക്കട്ടെ, നശിച്ചുപോയി. അവന്റെ സമ്പത്തും മക്കളും സ്വാധീനവും ഒരു ഫലവും വരുന്നില്ല. മാത്രമല്ല അവന്റെ ഒരു കൊണ്ടാട്ടിയുണ്ട്, കെട്ടിയവൾ ഹമ്മാലത്തുൽ ഹതബ്, വേറൊക്കെ ചുമട്ടുകാരി പെണ്ണ് കണ്ടില്ലേ? കഴുത്തിൽ വടം കെട്ടിയ സൈസ്. ഖുർആനിന് പറ്റുന്ന ശൈലിയിൽ ഖുർആൻ പറഞ്ഞില്ലേ, കശക്കി. എന്തേ? റസൂലുള്ളാഹിക്ക് അതിന് പദം പ്രയോഗിച്ചതാണ്. ഇവിടെ അള്ളാന്റെ ഹബീബായ പിന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷാ ബിവിയെ പറ്റി ആരോപണം വന്നപ്പോ പെട്ടെന്ന് അല്ലാഹു ഒന്ന് അമാന്തിച്ചു. ഒരു ഗുരുതരമായ പ്രശ്നമാണ്, പെട്ടെന്ന് തീർപ്പേൽപ്പിച്ചുകൂടാ. അങ്ങനെ ജുഡീഷ്യൽ അന്വേഷണം നടത്തി, ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തു, CBI ഏറ്റെടുത്തു. ഓക്കെ, ഒരു മാസം ഒരു മാസം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് കുഴപ്പമൊന്നുമില്ല, തിരിച്ചെടുത്തോളൂ. ഇങ്ങനെയാ അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുമായിരുന്നുവെങ്കിലും പറയുമാകാതിരുന്നത് ചില വിധികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമാറാവാൻ വേണ്ടിയാണ്. എങ്കിൽ അതുപോലെ ഇങ്ങോട്ടും വെച്ചോളൂ, എവിടെ കുഴപ്പമുള്ളത്? നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് വളരെ മോശമായ പ്രതികരണം. എന്തേ? റസൂലുള്ളാഹി തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല. ഇതിന്റെ ഇപ്പോഴും ഞാൻ വായിച്ച ഇഫ്തിമാന്റെ ഭാരത്താണ്. ഇത് അതേപോലെ തന്നെയാണ് നേരത്തെ വായിച്ചു ഫത്താവ റഷീദിന്റെ ഭാരത്ത്. അതിലും പറഞ്ഞല്ലോ റസൂലുള്ളാഹി തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. ഇത് സുന്നി വിശ്വാസമാണോ? ഇത് മുസ്ലിം വിശ്വാസമാണോ? അത് മുനാഫിഖ് വിശ്വാസമാണ്. എന്ത്? തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്നു. സാധാരണക്കാർക്ക് വേണ്ടി പറയാൻ ഗുരുതരമായ തെറ്റുകളായി ഇവരെടുക്കലുള്ളത്. പക്ഷെ എന്താ, സാധാരണക്കാർക്ക് അത് അറിഞ്ഞുകൂടാ. ഞാനത് അനുഭവിച്ചുകൊണ്ടും അവരെ കൂടെ കുറച്ച് താമസിച്ചുകൊണ്ടും പഠിച്ചതാ ഞാൻ പറയുന്നത്. കേവലം നിഗമനങ്ങളല്ല. കേൾക്കുമ്പോ ഇങ്ങനെയുണ്ടോ? അതെ, കൂടെ കിടക്കുമ്പോഴേ രാപ്പനി തിരിയൂ. പകല് കണ്ടാൽ നല്ല ആരോഗ്യവാനാ, കുഴപ്പമൊന്നുമില്ല. ഒരു പുതപ്പിനുള്ളിൽ ഒരു രാത്രി ഉറങ്ങണം. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് ഈ മഴ പെയ്യുമ്പോഴും ഇയാൾ ഇങ്ങനെ വിയർക്കുന്നു. അതിനാ രാപ്പനി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, രാത്രിയുള്ള പനി. അത് പുതപ്പിൽ കിടക്കുന്നവനെ തിരികെ പുറത്തുള്ളവനറിയില്ല. നോക്കിക്കോ നിങ്ങൾ. ഇതേപോലെ ഇവന്മാരെ പറ്റി വ്യക്തമായി പഠിക്കുമ്പോൾ ബോധ്യപ്പെടും വളരെ ഡേഞ്ചറായ വിശ്വാസങ്ങളാവുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയില്ലെന്ന് മുനാഫിക്കുകൾ പറഞ്ഞു. എപ്പോ? തബൂക്ക് യുദ്ധത്തിൽ പോയി തിരിച്ചു വന്നു. വരുമ്പോൾ ശക്തമായ കാറ്റടിച്ചു. അങ്ങനെ കാറ്റടിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ ടെന്റൊക്കെ പാറിപ്പോയി, പലതും നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മദീനത്ത് ഇന്ന മുനാഫിക്ക് മരിച്ചിട്ടുണ്ട്.